സഞ്ചാരികളെന്നും വരാൻ കുതിക്കുന്ന മൂന്നാറിന്റെ രൂപീകരണവും മുന്നേറ്റവും വ്യക്തമാക്കി തരുന്ന ഇടമാണ് ടാറ്റ ടീ മ്യൂസിയം. സഞ്ചാരികൾക്കായി അറിവിന്റെയും ചരിത്ര വഴികളുടെയും കൗതുക കാഴ്ചയാണ് ഇവിടെ കാത്തിരിക്കുന്നത്. മൂന്നാറിലെത്തുന്ന സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന കേന്ദ്രങ്ങളൊന്നായി മാറിയിരിക്കുകയാണ് ഈ മ്യൂസിയം. ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ ചരിത്ര ശേഷിപ്പുകൾ തുടങ്ങി ആധുനികമായി തേയില ഉൽപ്പാദിപ്പിക്കുന്നത് വരെയുള്ള കാഴ്ചകൾ സഞ്ചാരികളിൽ കൗതുകവും ആശ്ചര്യവും ഉണർത്തും. സമയമറിയാൻ വാച്ചുകൾ എത്തുന്നതിന് മുൻപ് പ്രാചീന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന നിഴൽ മാപിനി, രാജ്യത്തെ ആദ്യത്തെ മോണോറിയൽ സംവിധാനത്തിന്റെ ശേഷിപ്പുകൾ, വന്യജീവികളുടെ കൊമ്പുകൾ, ഒരു നൂറ്റാണ്ടിന് മുൻപ് ഉപയോഗത്തിലിരുന്ന ആശയവിനിമയ സംവിധാനങ്ങൾ, തൊഴിലാളികളുടെ ജോലി സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിനായി ഒരു നൂറ്റാണ്ട് മുമ്പ് ഉപയോഗിച്ചിരുന്ന പഞ്ചിങ് മെഷീൻ, പഴമയുള്ള ഘടികാരങ്ങൾ തുടങ്ങി ഇവിടെയുള്ള ഓരോ കാഴ്ചകളും തെക്കിന്റെ കാശ്മീർ എന്ന് വിളിപ്പേരുള്ള മൂന്നാറിനെ അടയാളപ്പെടുത്തുന്നതാണ്. காலையில் வந்து பஞ்ச் பண்ணுவேன். அப்போவே பஞ்சிங் இருந்திருக்கு, டெல் டைல் அப்போ உள்ள வாட்ச் எல்லாம் இங்கே இருக்குது. பிறகு பழைய உள்ள மிஷினு எலக்ட்ரிசிட்டி, ஃபஸ்ட்டு 1904 எலக்ட்ரிசிட்டி, அதுக்குள்ள பெல்ட் வீல் அது இருக்குது. பின்ன வந்து பழைய ரோலர் 1905 உள்ள ரோலர் கையிலே, அன்னைக்கு வந்து எலக்ட்ரிசிட்டி இல்லை, கையிலேயே சுற்றி தான் தேயிலை அரைச்சிருக்காங்க. அப்போ உள்ள ரோலர் இருக்குது. பின்ன பழைய அவங்க கெஸ்ட் ஹவுஸில் வச்சுருந்தது சைனாக்குள்ள சாதனம் இருக்குது. அப்படியே எல்லாம் பல பொருளெல்லாம் മ്യൂസിയമായിട്ട് വച്ചിരിക്കുക. 2004 തുടങ്ങുന്നത്. 30 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഡോക്യുമെന്ററിയും മൂന്നാറിന്റെ ചരിത്ര വീഥികളെ സഞ്ചാരികൾക്ക് മനസ്സിലാക്കി കൊടുക്കും. കാഴ്ചകൾ കണ്ടറിയാൻ ഇവിടെ എത്തുന്ന സഞ്ചാരികളും ധാരാളമുണ്ട്. Munnar, the place is very good, and the museum it talks about the historical background, which is very good to understand, like how the tea started to plantation, everything from the Britishers, and how it got transferred to Tata Tea, and now ultimately to the ultimate workers who are now the shareholders. ടാറ്റ ടീ ആണ് മ്യൂസിയം നടത്തിപ്പും പരിപാലനവും നിർവഹിച്ചു പോരുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.